അത് കഴിഞ്ഞു. അതെ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഇനി വേറൊരു കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് പെരുമാറരുത്. ഇല്ല, ഞാനൊന്നും പെരുമാറുന്നില്ല. പിന്നെ എന്റെ നേച്ചർ എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. അപ്പോ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത്രേ ഉള്ളൂ. ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പോണം. എന്തുവാടേ അവര് സല്ലപിക്കട്ടെ. സല്ലപിക്കല്ല, എന്തിനാണ് ബുദ്ധിമുട്ടിക്കണത്? അത് സല്ലപിക്കല്ല, അതില്ല എന്നൊക്കെ പറഞ്ഞതാക്കാണ്. വിഷമിക്കണ്ട, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ. എന്തോ ആയിക്കോട്ടെ, അതിനൊരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കട്ടെ. തിരിച്ച് ഇഷ്ടം തോന്നുമായിരിക്കും എന്ന് പറയാൻ കാര്യം എന്താ? എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിരുന്നു. എന്താ അതെന്താ അങ്ങനെ തോന്നിയിരുന്നു? തമാശക്ക് അങ്ങനെയൊക്കെ അന്ന് ഫ്രൈഡേ അങ്ങനെ കാണിച്ചതാണോ? അല്ല, എനിക്കങ്ങനെ തോന്നിയിരുന്നു. അനുമോളുടെ ഭാഗത്ത് നിന്ന് എനിക്കങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ അതാണ്, വേറെ ഇതികളൊന്നുമല്ല. അങ്ങനെ പറയുന്നതല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് ഒരുമിച്ച് ജീവിച്ചിട്ട് ഇത്ര നാളായില്ലേ. അപ്പൊ ഞാനൊരു എന്താ പറയാ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചു പോയി. അത്രയുള്ളൂ. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് യാതൊരു പ്രശ്നവും. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒന്നത്തെ കാര്യം, ഞാൻ ചേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അന്ന് ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഷോക്ക്. അല്ല, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എന്താ കാലത്ത് നേരത്തെ തുണികൊണ്ടൊന്നു സ്റ്റാൻഡ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് എടുത്തതാണ്. എന്റെ മനസ്സ് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ അതിന് മുന്നേക്ക് ഞാൻ തമാശക്കാണ് അന്ന് ഇങ്ങനെയൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചതും ഇതൊക്കെ വെറുതെ. അപ്പൊ ചേട്ടൻ ആ ഒരു സെൻസിൽ എടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ മാത്രമല്ല, ഞാൻ നൂറ് ആദ്യത്തിലേക്ക് എന്ത് തമാശ കാണിച്ചാലും ചേട്ടൻ ആ ഒരു സെൻസിൽ എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ച കാര്യമല്ല. അത് കുഴപ്പമില്ല, അതങ്ങനെ തോന്നി, അത് പറഞ്ഞു, അത്രേ ഉള്ളൂ.